വീഡിയോ പിടിച്ചു അവൻ. എൻ്റെ വീഡിയോയോ? അവനക്ക് ഫോണെന്ന് പറഞ്ഞ പേടിയാണ്. ഞാൻ ഫോൺ എടുക്കുമ്പോൾ തന്നെ അവൻ നോക്കും. ഞാൻ അവനെന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് അവൻ നോക്കണത്. ഓ പേടിത്തൂർന്നാടോ. നമ്മളിപ്പോൾ ഫോൺ എടുത്ത് ഞാനിപ്പോൾ എൻ്റെ മുഖം നോക്കി സെൽഫി എടുക്കണമെങ്കിൽ ഇവൻ അപ്പം തന്നെ കണ്ണാടിയും നോക്കും. അതായത് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അവൻ വിചാരിക്കും ഇവൻ്റെ ഫോട്ടോയാണ് നമ്മളെടുക്കണം. ഫോട്ടോക്ക് നിൽക്കത്തില്ല അവൻ. പക്ക ഫ്രോഡുകളുടെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പക്ക ഫ്രോഡുകളുടെ ഒരു 5-6 ക്വാളിറ്റികൾ ഞാൻ പറഞ്ഞുതരാം. ഇൻഫെക്റ്റ് തൊണ്ടക്ക് ഗാർലിക് ചെറു ചൂടുകളിൽ ശബുബുദ്ധി രാക്ഷസിയാണ്. എൻ്റെ കൂടെ കുറേ ഫോട്ടോ എടുത്തെങ്കിൽ ചുവരിൽ ഒട്ടിച്ചേക്ക് കേട്ടാ. ഇക്ക മോനായിട്ടുള്ള ഫോട്ടോ ഒട്ടിച്ചേക്ക്. എൻ്റെ കയ്യിലുണ്ട്. ഇക്ക എൻ്റെ കൂടെ കിടക്കണ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് വേണോ? അത് വേണമെങ്കിൽ ഒന്ന് യൂട്യൂബിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്ലാഷ് ആക്കാമായിരുന്നു. ഇക്ക കൂടെ എൻ്റെ കിടക്കണതേ ആ ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ. നീ എടുക്കാത്ത ഫോട്ടോയും വോയിസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കേട്ടാ നീ താങ്ങത്തില്ല. എൻ്റെ ഇക്ക റൊമാൻറ്റിക് ആവണമൊക്കെ കേട്ടിട്ടില്ലല്ലോ. എനിക്ക് ശബന ഒരു വിധം ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ദയവ് ചെയ്തിട്ട് എൻ്റെ ലൈവിൽ വന്നിട്ട് ഇഷ്ടമാണ്, ലവ് യു ഇമാതിരി കാര്യങ്ങൾ പറയല്ലേ. കഠിന ഹൃദയമല്ല, ദുർബല മനസ്സാണ്, ചഞ്ചലപ്പെടുന്ന മനസ്സാണ് എൻ്റെ. അത് കാരണം എൻ്റെ അടുത്ത് വന്ന് ആരും ഇഷ്ടമാണ്, ഐ ലവ് യു അതൊന്നും പറയരുത്. കാരണം എനിക്കത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. മനസ്സിലായല്ലോ? അവൻ്റെ മൊബൈലിൽ നിൻ്റെ ഡ്രസ്സില്ലാത്ത ഫോട്ടോ വീഡിയോസൊക്കെ ഉണ്ട്. അത് എങ്ങനെ വന്നു? അവൻ്റെ ഫോണ് നെറ്റ് ഓഫാക്കി സൈലൻറ്റ് മൂഡാക്കിയിട്ട് കിടക്കുന്നവൻ എൻ്റെ തുണിയില്ലാത്ത ഫോട്ടോ പോയിട്ട് അവൻ എടുക്കാൻ വേണ്ടി അവൻ്റെ ഫോൺ എടുക്കാറില്ല. ആ കാര്യത്തിൽ അവന് ഇതാണ്. അങ്ങനത്തെ ഫോട്ടോസൊന്നും ഇല്ല അവൻ്റെ കയ്യിൽ. ഒരാളോട് ദേഷ്യമാണ്, അവൻ ചതിയനാന്ന് പറഞ്ഞാൽ അവനെ ഇല്ലാത്തതൊന്നും പറയരുതല്ലോ, ഉള്ളത് പറയാം. അവൻ ഫോട്ടോ എൻ്റെ കൂടെ ഒന്ന് സെൽഫി എടുത്തിട്ടുണ്ട്, അവനത് വീഡിയോ ആക്കിയിട്ടുണ്ട്. അത് അവൻ്റെ കയ്യിലുണ്ട്. അത് തുണിയൊക്കെ ഉള്ള ഫോട്ടോ ഒക്കെ തന്നെയാണ്. അത് അവൻ്റെ കയ്യിലുണ്ട്. അവൻ കണ്ണാടയൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ അവനെ നോക്കിയിരിക്കണ ഫോട്ടോ അതുണ്ട് അവൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത കുറേ ഫോട്ടോസുകളൊക്കെ ഉണ്ട്. തുണിയില്ലാത്ത ഫോട്ടോ ഒന്നും നമ്മൾ തമ്മിൽ ഒരുമിച്ച് എടുത്തിട്ടില്ല. അത്ര കൂടെ ഉള്ളപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. മാലയുടെ ലോക്കറ്റ് എവിടെയെന്ന്? മാലയുടെ ലോക്കറ്റാ പോട്ടേടോ, പോയവനേ പോയി. എന്താ പറയല്ല, ചത്ത കൊച്ചിൻ്റെ ജാതകന് വായിച്ചിട്ട് കാര്യമുണ്ടാവും. പോയി. അവനെ നമുക്കിനി പറഞ്ഞു കൊല്ലണ്ട. പോട്ടെ. എന്നെ നിങ്ങൾ അവൻ്റെ പേരെടുത്ത് പറയല്ലേ. കാര്യം ഇനി ലൈഫ് ഒരുപാടുണ്ട്. എത്ര സുന്ദരന്മാരൊക്കെ ഫ്രണ്ടാക്കാൻ 1 മണിക്കൂർ കാണാനൊക്കെ ഇരിക്കുന്നു. എത്രയോ ടിക്ടോക്കിൽ എത്ര ആൾക്കാർ. അവരുടെ മനസ്സിൽ ഞാൻ വേറൊരുത്തനെ കുടി കൊണ്ടുവന്ന് വെച്ചേക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ ആ ആശ പോകത്തില്ലേ. അപ്പോൾ കാരണം നമ്മൾ അവനെക്കുറിച്ച് പറയണ്ട. ചിലവർക്ക് എന്നോട് ഇഷ്ടം കൂടി വന്ന സമയമാണ്. ഞാനിപ്പോൾ ഒറ്റക്കല്ലേ, സിംഗിളായി. അപ്പോൾ പലവരും ആ സ്ഥാനത്ത് കയറാനൊക്കെ നോക്കുന്നുണ്ട്. അവൻ പോട്ടെ. ഞാനും ഇതേപോലെ സങ്കടപ്പെട്ടിട്ടിരിക്കുകയാണ്. ഞാനും താനും തുല്യ വേദനയിലാണ്. അപ്പോൾ ഒരു വിഷമം വന്നാൽ എനിക്കറിയാം നിൻ്റെ വിഷമം എത്രയാണെന്ന്. എടോ, ഞാൻ തൻ്റെ കൂടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്ന ആമ്പിള്ളേർ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതിൽ 100% എത്ര പേര് പെർഫെക്റ്റ് ആണ് ഐ ഡോണ്ട് നോ. നോട്ട് ബിലീവിങ് ബട്ട് ഓക്കെ. നോട്ട് ബിലീവിങ് എവറി ഡേ ഈസ് ദ എവറി ടൈം. Only me and my smile is the anytime is the smile keep up the my life is the running my runway. ഓക്കെ. എൻ്റെ ലൈഫ് റണ്ണിങ് ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ പാതയിൽ ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കും. ചിരിച്ചുകൊണ്ട് ഞാൻ എല്ലാം നേരിടും. എനിക്ക് ഈ ലൈവിലുള്ള അസറീനെ ഇഷ്ടമാണോ? അത് പറ. എനിക്ക് ആരെയും ഇഷ്ടമല്ല. DQ. എനിക്ക് ഒരു ആണുങ്ങളോടും എനിക്ക് ഇൻഫാക്റ്റ് ലവ് വരത്തില്ല. ഓക്കെ. എനിക്കൊരാളോട് അട്രാക്ഷൻ തോന്നത്തില്ല. അഥവാ എനിക്ക് അട്രാക്ഷൻ തോന്നണമെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഭക്ഷിക്കണ്ടേ. നമ്മളെപ്പോഴും പച്ചയായിട്ടിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ വീഡിയോസ് കണ്ട് ആകെ വിഷമമായി. കുട്ടൂസ് എത്ര പേർക്കാണ് ഞാൻ കരയണത് കണ്ടിട്ട് വിഷമമായെന്നറിയോ? എത്ര പേർക്ക് വിഷമം വന്നെന്നറിയോ? ഞാൻ കരയണത് വീഡിയോ പോസ്റ്റ് ഇട്ട് എത്ര പേര് എന്നോട് വന്നിട്ട്, പെണ്ണുങ്ങളടക്കം എൻ്റെ PMമിൽ വന്നിട്ട് പാട്ട് പാടുന്നത് കേൾക്കാൻ നല്ല രസമാണ്, അത് തുടരൂ. ഇൻഷാ അല്ലാ തുടങ്ങാം. ഇൻഷാ അല്ലാ. ആദ്യം ഞാൻ ഈ റൂം മാറട്ടെടാ ചക്കര.
ഇംഗ്ലീഷ് സൂപ്പർ എനിക്കായിട്ടില്ല. അത് പറഞ്ഞിട്ട് ബ്ലാക്ക് എനിക്കായിട്ടില്ല. നീയൊക്കെ പിന്നെ കല്യാണം കഴിച്ച് നല്ല ജീവിക്കുന്ന ചെക്കന്മാർക്ക് നമുക്കറിഞ്ഞാൽ എന്ത് കരഞ്ഞെങ്കിലും എന്ത്. ഞാൻ 2 ദിവസം ഉണ്ടായില്ല നിൻ്റെ കരച്ചിൽ കണ്ട്. നോണ പറയല. ഡാൻസും നല്ല രസമാണ്. ഞാൻ നല്ല ഡാൻസ് കളിക്കും, നല്ലോണം പാചകം ചെയ്യും, നല്ലോണം പാട്ട് പാടും, എൻ്റെ കയ്യിലില്ല നല്ലോണം സ്നേഹിക്കും. എന്നെ പണിയും കൂലിയും ഉള്ളവനാണെങ്കിൽ നല്ലോണം സ്നേഹിക്കും. പണിയും കൂലി ഇല്ലാത്തവനെ ഞാൻ പ്രാഗിക്കോലും വീട്ടിൽ നിന്ന് ഇറക്കി ഓട്ടിക്കും പണിക്ക് പോകാൻ വേണ്ടി. പല തെറിയും വിളിക്കും ഞാൻ. അത് വേറെ. കളിക്കും, നല്ലോണം കളിക്കും, ആർമതിച്ച് കളിക്കും. സത്യം പറയാ ചിരിക്കും. ഞാൻ ചിരിക്കുവാടാ മുത്തേ. ചിരിച്ചുകൊണ്ട് തന്നെ ചേച്ചി ഇരിക്കുന്നത്. ടെൻഷൻ വേണ്ട. ഓക്കെ ഇല്ലപ്പാ. നല്ലോണം കളിക്കും. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് നല്ലോണം സ്നേഹിക്കാൻ പാടില്ലേ?